ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കല്യാണം നടത്തരുത്, എനിക്കിഷ്ടമല്ല. ഞാൻ സമ്മതിക്കില്ല. നടത്തരുത് ബാപ്പച്ചി, പ്ലീസ് ബാപ്പച്ചി. ബാപ്പച്ചി, ബാപ്പച്ചി, ബാപ്പച്ചിയോട് ഞാൻ വാക്ക് പറഞ്ഞ പോലെ എൻട്രൻസ് പാസ്സായിട്ടുണ്ട്. ബാപ്പച്ചി എനിക്ക് തന്ന വാക്ക് പാലിക്കണം, എന്നെ പഠിപ്പിക്കാന്ന്. ഇങ്ങനെ കിടക്കുന്ന ആള് നിന്നെ എങ്ങനെ പഠിപ്പിക്കാനാ? നീ ഇനി ഒരിടത്തും പഠിക്കാൻ പോകുന്നില്ല. വീട്ടിൽ നിന്നാ മതി. കഞ്ഞിയും കറിയും വെക്കാനുള്ള പഠിപ്പൊക്കെ നിനക്കായിട്ടുണ്ട്. എനിക്ക് ഡോക്ടർ ആവണം, എന്നെ അതിനു വേണ്ടി പഠിപ്പിക്കാന്ന് ബാപ്പച്ചി പറഞ്ഞതാ. നീ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ ആരെയും ചികിത്സിക്കണ്ട. ആ ഒരു യോഗം നിനക്കില്ലെന്നങ്ങ് കരുതിയാ മതി. ഡോക്ടറെ, ചില്ലറ പഠിത്തം വല്ലാണോ? അതിനുള്ള പണം എത്ര വേണമെന്നാ? വെറുതെ അങ്ങനെ ചെലവാക്കി കളയാനൊന്നും ഇവിടെ പണവുമില്ല, അതിനൊട്ട് ഞാൻ സമ്മതിക്കൂല്ല. മറ്റാരുടെയും കാശുണ്ടല്ലോ ഞാൻ പഠിക്കുന്നത്. ഞാൻ പഠിക്കാൻ പോകുന്നത് എന്റെ പാപ്പച്ചിയുടെ കാശുണ്ട്. തർക്കുത്തരം പറയുന്നോ നീ? ഇങ്ങനെയൊന്നും നേർക്ക് നേരെ നിന്ന് ഇവിടെ സ്ത്രീകളാരും സംസാരിക്കാറില്ല. എവിടുന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം? എന്റെ സ്വഭാവം അനുസരിച്ച് ഈ രീതിയിലല്ല ഞാൻ മറുപടി പറയേണ്ടത്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ മുതിർന്നവരാ. അതനുസരിക്കേണ്ട കടമയെ നിനക്കുള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെയും നസീറിന്റെയും നിക്കാഹ് ഉടനെ തന്നെ നടത്തണം. അത് ഞാൻ നടത്തിയിരിക്കും. ബാപ്പച്ചി, എനിക്ക് പഠിച്ചാ മതി ബാപ്പച്ചി. ഇപ്പൊ എനിക്ക് നിക്കാഹൊന്നും വേണ്ട. തളർന്നു കിടക്കുന്ന ബാപ്പച്ചി നിന്നോട് എന്തു പറയാനാ? എന്നെ പഠിപ്പിക്കാൻ വിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോ എന്നെ തന്നെ ഇല്ലാതാക്കി കളയും. അവിടെ നിൽക്കേ, പറയട്ടെ. ഇതൊക്കെ ഈ വിരട്ടലും പേടിപ്പിക്കലും ഭീഷണിയൊക്കെ ഈ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന നിന്റെ ഈ ബാപ്പച്ചീന്റെ അടുത്തേ നടക്കൂ. പക്ഷേ എന്റെ അടുത്ത് അത് നടക്കൂല. എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതെ ഞാൻ ഇവിടുന്ന് മടങ്ങൂല. എന്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടർ ആക്കണമെന്ന്. മയ്യത്തായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരുടെ ആഗ്രഹമാണോ അതോ ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണോ ഇവിടെ നടക്കേണ്ടത്? മയ്യത്തായവര് മയ്യത്തായി പോയി. ഇനി അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് കാര്യം? കുഴിന്ന് എഴുന്നേറ്റ് വന്ന് അനുഗ്രഹിക്കൊന്നുമില്ലല്ലോ. നൂറെ മോളെ, നിന്റെ ഉമ്മയുടെ മനസ്സ് എനിക്കറിയാം. ഞങ്ങൾ അത്രയ്ക്കും വലിയ കൂട്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് എന്റെ ഖൽബ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നേന്നാ. അത് ഞാൻ എന്റെ മരണം വരെ നിധി പോലെ കാക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാ നീ നസീറിന്റെ പെണ്ണായി മാറണമെന്ന് പറഞ്ഞത്. ഇനി ഈ കാര്യത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ. ഞാൻ നടത്തൂ. അതിനൊരാളും തടസ്സം വരാൻ ഞാൻ സമ്മതിക്കേയില്ല. ഞാൻ സമ്മതിക്കില്ല, ഉറപ്പാ. ബാബുജി, ഈ കല്യാണം നടത്തരുത്, എനിക്കിഷ്ടമല്ല. ഞാൻ സമ്മതിക്കില്ല. നടത്തരുത് ബാപ്പച്ചി, പ്ലീസ് ബാപ്പച്ചി. എന്താ വിഷ്ണുട്ടാ, എന്ത് പറ്റി? ഏയ് ഒന്നും
പറ്റിയില്ല. പിന്നെന്താ വണ്ടി നിർത്തി? അതെ, ആ കാണാണ് കളക്ടറേറ്റ്. അതിപ്പോ എനിക്കറിയാലോ, ഞാൻ ദിവസം വരുന്ന സ്ഥലമല്ലേ. അതല്ല, ഇനിയിപ്പോ കുറച്ച് നടന്നു പോണ്ടി വരും. എന്താ അങ്ങോട്ട് പോവില്ലേ? പോവും, പക്ഷെ ഈ ഓട്ടോ പോവില്ലേ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചേ. ശല്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ഇടൂ, ഒരു ജില്ല ഭരിക്കുന്ന കളക്ടർ അതാണ്. ആ കളക്ടർക്ക് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. ഒരു ഓട്ടോയിലൊക്കെ വന്നിറങ്ങാന്ന് പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ഓട്ടോക്കാരനെന്ന് തന്റെ സഹപ്രവർത്തനക്കാരനെ തനിക്ക് നാണക്കടാ. ആർക്ക്? എടോ, ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ലെന്ന് പറയുന്ന പോലെ തന്റെ കാര്യം. അത് മാത്രമല്ല, ജനങ്ങൾക്ക് മുമ്പിൽ തനിക്കൊരു സ്ഥാനമുണ്ട്. അതെ, ഞാനായിട്ട് കളഞ്ഞു വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിഷ്ണുട്ടാ, ഈ സ്ഥാനമാനങ്ങളൊക്കെ എന്നും ഉണ്ടായേ? രാജി എന്ന 2 വരിയിൽ തീരാവുന്നതേ ഉള്ളൂ എന്റെ ഈ ജോലിയും പത്രാസും ഒക്കെ. പക്ഷേ 2 അക്ഷരമുള്ള മറ്റൊരു വാക്കുണ്ട്. എന്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായി വിഷ്ണുവേട്ടൻ കെട്ടിയ ദേ ഈ താലി. ഇതിന് 2 മനസ്സുകൾ തമ്മിൽ വിളക്കി ചേർത്തതിന്റെ ഒരു ബലമുണ്ട്, ഒരുറപ്പ്. ആ ഉറപ്പിങ്ങനെ നമ്മളെ 2 പേരെയും ചേർത്ത് നിർത്തി സധൈര്യം മുന്നോട്ട് പോവാൻ പറയുമ്പോ ഏത് സഹപ്രവർത്തകരെയാ വിഷ്ണുട്ടാ നമ്മൾ പേടിക്കേണ്ടത്? ഒന്നുമില്ലെങ്കിലും അധ്വാനിക്കുന്ന അനേകായിരം ജനങ്ങളുടെ ഒരു പ്രതിനിധിയാ വിഷ്ണുട്ടൻ. സാധാരണക്കാരന്റെ അത്താണി. അതിന്റെ ഗമയൊന്നും ഈ ആകാശത്തുകൂടി പറന്നു പോകുന്ന വിമാനം ഓടിക്കുന്ന പൈലറ്റിന് പോലും കിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? 10 രൂപയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ പോകുന്ന അമ്മൂമ്മയ്ക്കാണെങ്കിലും മിനിമം ചാർജ് മടിത്തട്ടി തിരികെ സധൈര്യം കയറാം ഈ ഓട്ടോയ്ക്കകത്തേക്ക്. അതുപോലെ ഈ മുകളിൽ കൂടി പറന്നു പോകുന്ന ആകാശപ്പറവയിൽ കയറാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ ഭർത്താവിന്റെ ഓട്ടോയിൽ കളക്ട്രേറ്റിന്റെ മുന്നിൽ വന്നിറങ്ങുന്നത് അപമാനമായി കരുതുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ എനിക്കവരെ വേണ്ട. ഞാനേ ഒരു സാധാരണക്കാരിയാ. സാധാരണക്കാരന്റെ വാഹനമാ ഓട്ടോ. അതിൽ കയറുന്നതിലേ എനിക്ക് അഭിമാനേ ഉള്ളൂ. വിഷ്ണുട്ടാ, ഓട്ടോ എടുക്ക്, കേറ്, വാ. അതല്ല, അത് വേണോ? വിഷ്ണുട്ടാ, വണ്ടി എടുക്ക്. കേറ്, വണ്ടി എടുക്ക്. വേണോ? വണ്ടി എടുക്ക്.